യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. 'എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. എന്റെ ഭാരതം ഉണരണം. യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. 92-93 ആ കാലഘട്ടങ്ങളിൽ ബാംഗ്ലൂരിൽ ഞങ്ങളൊരു കൂട്ടായ്മയിൽ SRM മിനിസ്ട്രിയുടെ ആദ്യകാലങ്ങളാണ്. സേക്രഡ് ഹാർട്ടിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. ആ സ്റ്റാച്യു ഓരോ വീടുകളിൽ വച്ച് 3 ദിവസം പ്രാർത്ഥിക്കും. അന്ന് ഞങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടറായിരുന്ന ഫാദർ റോയ്സ് 3-ാമത്തെ ദിവസം വീടുകളിൽ വന്ന് ആ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ബ്ലസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ചില നിബന്ധനകളുണ്ട്, കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഈ രൂപം വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ആരും മദ്യപിക്കരുത്, വഴക്ക് കൂടരുത്, കഴിവതും അവർ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധമായ ഒരു ജീവിതം, കൗതാശകരമായ ഒരു ജീവിതം നയിക്കുമെന്ന് അവർ തീരുമാനമെടുക്കണം എന്നുള്ള ചില കണ്ടീഷൻസ് ഇതോടൊപ്പം ഉണ്ട്. ഈ പ്രാർത്ഥന ടീം പോകുന്ന സ്ഥലത്തെല്ലാം ഈ സേക്രഡ് ഹാർട്ടിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്റ്റാച്യു രൂപം കൊണ്ടുപോയ വീടുകളിലെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. മദ്യപാനികൾ മദ്യം വേണ്ടാന്ന് വെച്ചു. അഡിക്ഷനിൽ ജീവിച്ചിരുന്ന പലരും അതിൽ നിന്ന് മോചനം പ്രാപിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഒരു ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 3-ാമത്തെ ദിവസം ആ തിരുഹൃദയത്തിൻ്റെ രൂപമെടുത്ത് വേറൊരു വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകണം. അച്ഛനും അവിടെ ഉണ്ട്. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടമ്മയുടെ അടുത്തേക്ക് ഒരു ദുഷ്ടാരൂപി, ഈവിൽ സ്പിരിറ്റ് ദുഷ്ടാരൂപി നിന്നുകൊണ്ട് കയ്യിൽ കോടാലി പോലത്തെ ഒരു ആയുധം വെച്ചുകൊണ്ട് അവരുടെ കയ്യെ ഇങ്ങനെ വെട്ടുന്നത് പോലെ വിഷൻ കർത്താവ് കാണിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇത് സിംബോളിക്കായിട്ട് ദൈവം വെളിപ്പെടുത്തുന്നതാ. എന്തോ ഒരു ദുഷ്ടാരൂപി അവരുടെ തോളിനെ ഉന്നം വെച്ച് ആക്രമിച്ചു കൊണ്ടിരിക്കുക, അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു വ്യാഖ്യാനമാണ്. ഉടനെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ദുഷ്ടാരൂപിയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ആ ബന്ധന പ്രാർത്ഥന ഞാൻ ചൊല്ലാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ കണ്ണുകളടഞ്ഞിരിക്കുക. വിഷനിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ടൊപ്പെന്ന് ഒരു സൗണ്ട് കേട്ടു. ഞാൻ കണ്ണു തുറന്നില്ല, കാരണം ഡെലിവറൻസ് പ്രയർ ചെയ്തതുകൊണ്ട് ഡിസ്ട്രാക്ഷൻ വേണ്ട എന്ന് പറഞ്ഞു കണ്ണു തുറന്നില്ല. ആരോ വീഴുന്നത് പോലെ ഒരു സൗണ്ട് കേട്ടു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ച ആ കുടുംബനാഥനോട് ചോദിച്ചു, ബ്രദറെ, വലിയൊരു ശബ്ദം കേട്ടല്ലോ പ്രാർത്ഥന നേരം, എന്തായിരുന്നു? ഏതെങ്കിലും വസ്തു വീണതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹം അല്പസമയം മൗനമായിരുന്നു കൊണ്ട് പറഞ്ഞു, തൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവള് വീണതാ ബ്രദറെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. ഉടനെ ആ സഹോദരി പറഞ്ഞു, ബ്രദറെ, എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എന്തോ ഒരു ശക്തി എന്നെ പുഷ് ചെയ്ത് താഴെ വീഴിക്കുമായിരുന്നു. ഞാനങ്ങ് വീണു. ഒരു മരം, ഒരു തെങ്ങ് വീഴുന്നത് പോലെ ടപ്പോർന്ന് ഞാൻ നിലത്ത് വീണു. പക്ഷെ ഒരു അത്ഭുതം സംഭവിച്ചു. നിലത്ത് വീണ ഞാൻ എണീക്കുന്നത് എൻ്റെ തളർന്നുപോയ വലത് കൈ നിലത്തിൽ കുത്തിയാണ് ഞാൻ എണീക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വലത് കൈ ഒരു കാരണം കൂടാതെ തളർന്നുപോയി. ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു, എനിക്ക് സൗഖ്യം ലഭിച്ചില്ല. ഡോക്ടേഴ്സിന് എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഒരു ഗവൺമെൻറ് ഫാക്ടറിയിൽ സൂപ്പർവൈസറായിട്ട് ഞാൻ ജോലി ചെയ്യുകയാണ്. എൻ്റെ ജോലി സൂപ്പർവൈസർ ആയതുകൊണ്ട് കമ്പനി എൻ്റെ ജോലിയിൽ നിന്ന് പുറത്തു വിട്ടില്ല, ജോലിയിൽ തന്നെ തുടരുവാൻ സമ്മതിച്ചു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തും എൻ്റെ കൈക്ക് സൗഖ്യം പ്രാപിച്ചില്ല. ഈ കൈ ഉയർത്തുവാനോ ഒരു ചെറിയ പേന പോലും ഈ കൈ കൊണ്ട് എനിക്ക് പിടിക്കുവാനോ സാധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ നീങ്ങി.
അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് ഈ ബന്ധന പ്രാർത്ഥന ചൊല്ലിയപ്പോൾ പെട്ടെന്ന് ഞാൻ താഴെ വീണ്, ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഞാൻ താഴെ വീണു. എണീക്കുന്നത് ഈ തളർന്നുപോയ കൈ നിലത്തിൽ കുത്തിയാണ്, ഊന്നിയാണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ ഒരു സത്യം മനസ്സിലാക്കി, എൻ്റെ കൈ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉടനെ ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം കൊണ്ടുവാ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു. എൻ്റെ കൈ പഴയതുപോലെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് വിടുതൽ ശുശ്രൂഷയിലൂടെയുള്ള സൗഖ്യം എന്ന് പറയുന്നത്. പ്രിയ ശുശ്രൂഷകരെ, പലപ്പോഴും നാം പ്രാർത്ഥന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീരാത്ത രോഗമുള്ള രോഗികളുണ്ട്. എത്ര ട്രീറ്റ്മെന്റ് എടുത്താലും സൗഖ്യമില്ലാതെ ആശ്വാസമില്ലാതെ കഴിയുന്ന രോഗികളുണ്ട്. ഇവിടെ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ് കർത്താവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ദൈവം നമ്മളെ നയിക്കുന്നത് ബന്ധന പ്രാർത്ഥനകളിലായിരിക്കും, ഡെലിവറൻസ് ശുശ്രൂഷയിലായിരിക്കും. പ്രിയ സഹോദരരെ, ഡെലിവറൻസ് ശുശ്രൂഷയിലൂടെ സൗഖ്യമുണ്ട്. ഊമനായ ആ സഹോദരനെ കർത്താവ് പൈശാചിക ശക്തിയെ ബഹിഷ്കരിച്ചാണ് സൗഖ്യം നൽകിയത്. അന്ധനായ ഊമനായ ആ ഒരുവനെ കർത്താവ് സൗഖ്യമാക്കുന്നത് പൈശാചിക ശക്തിയെ ബഹിഷ്കരിച്ചുകൊണ്ടാണ്. ഇന്ന് പലരെയും ബന്ധിച്ചിരിക്കുന്ന രോഗബാധകൾ കൊണ്ടുവന്ന് ബന്ധിച്ചിരിക്കുന്ന ഈ ദുഷ്ടാരൂപിയെ ബന്ധിച്ചുള്ള ഡെലിവറൻസ് ശുശ്രൂഷകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. പല രോഗികൾക്ക് ആശ്വാസവും സൗഖ്യവും വിടുതലും യേശുവിന്റെ നാമത്തിൽ അവിടെ സംഭവിക്കണം. ലോകമെങ്ങും ചെന്ന് സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞ കർത്താവ്, രോഗികളെ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞ കർത്താവ്, പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുക എന്ന് അതേ ശ്വാസത്തോടുകൂടി ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുക, കൽപ്പിക്കുക. ഇത് ദൈവകൽപ്പനയാണ്. ഇത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, രോഗശാന്തി ശുശ്രൂഷ ചെയ്യാൻ നമ്മളിൽ പലരും ഇന്ന് തയ്യാറാണ്. വചനപ്രഘോഷണം ചെയ്യാൻ നമ്മൾ പലരെയും ഇന്ന് തയ്യാറാണ്. എന്നാൽ ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യാൻ പലർക്കും പേടിയാണ്. ചിലർ പറയുകയാണ്, ബ്രദറെ പ്രാർത്ഥിച്ചാൽ എനിക്ക് തിരിച്ചടി കിട്ടുകയാണ്. എൻ്റെ പ്രിയ സഹോദരനെ സഹോദരി, നീ നല്ലൊരു മധ്യസ്ഥ പ്രാർത്ഥനകാരനാ. നീ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് നിനക്ക് തിരിച്ചടി ലഭിക്കുന്നു? ഞാനൊന്ന് പറയട്ടെ, ഒരു രോഗിക്ക് വേണ്ടി, രോഗിയുടെ ആശ്വാസത്തിന് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുക എന്ന് വിചാരിക്കുക. ഈ രോഗത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്നത് ഒരു ദുഷ്ടാരൂപിയുടെ ആക്രമണമോ ഒരു ദുഷ്ടാരൂപിയുടെ ശക്തി കേന്ദ്രമോ ഉണ്ടെന്ന് മനസ്സിൽ കാണുക. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന, ആ രോഗിയുടെ ആശ്വാസത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ ആ രോഗത്തിന് കാരണമായിരിക്കുന്ന, ആ രോഗം അദ്ദേഹത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന, രോഗത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടാരൂപിയുടെ ശക്തി കേന്ദ്രങ്ങൾക്കെതിരായിട്ടാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധം നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ദുഷ്ടാരൂപിയുടെ കംഫർട്ട് നഷ്ടപ്പെടുകയാണ്. അവനെതിരായി പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധം നമ്മളെടുത്ത് ഉപയോഗിക്കുക. ദുഷ്ടാരൂപി ആക്രമിക്കപ്പെടുകയാ. അവൻ നോക്കുകയാണ്, ആരാണ് എന്നെ ആക്രമിക്കുന്നത്? ഓ, ഈ സഹോദരിയാണ്, ആ സഹോദരനാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ എന്നെ അറ്റാക്ക് ചെയ്യുകയാണല്ലോ എന്ന് പറയുമ്പോൾ അവൻ തിരിച്ചടിക്കാൻ അവൻ കടന്നു പോരും. നമുക്ക് അത് ചെറുത്ത് നിൽക്കാനുള്ള ഒരു ട്രെയിനിങ് ഇല്ല. നമ്മുടെ കയ്യിൽ ആത്മാവിന്റെ വാളെന്ന് പറയുന്ന തിരുവചനമില്ല. എഫെസക്കാരുടെ ലേഖനം 6-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന 6 സർവായുധ വർഗങ്ങളുണ്ട്, ആത്മാവിന്റെ പടച്ചട്ടകളുണ്ട്. 6-ാമത്തെ ആയുധം എന്ന് പറയുന്നത് ആത്മാവിന്റെ വാളെന്ന തിരുവചനമാ. മറ്റ് 5 ആയുധങ്ങളും ശുശ്രൂഷകന്റെ, കർത്താവിന്റെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന സംരക്ഷണത്തിന് വേണ്ടിയുള്ള ആയുധങ്ങളാ. ഈ ആത്മാവിന്റെ വാളെന്ന തിരുവചനം മാത്രമാണ് ഓഫൻസീവ് വെപ്പൺ. പൈശാചിക ശക്തി കേന്ദ്രങ്ങളെ, ശത്രുവിന്റെ ശക്തി കേന്ദ്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന, അവനെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ആത്മാവിന്റെ വാളെന്ന തിരുവചനം എന്ന ഒരു ഓഫൻസീവ് വെപ്പൺ, ആക്രമിക്കാൻ ദൈവം തന്നിരിക്കുന്ന ആയുധം. ആ സർവായുധ വർഗങ്ങളിൽ, ആത്മാവിന്റെ പടച്ചട്ടകളിൽ തിരുവചനം മാത്രമേ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ. എൻ്റെ പ്രിയ സഹോദരനെ സഹോദരിയെ, തിരിച്ചടി എന്തുകൊണ്ട് ഉണ്ടാവുന്നു? നാം വേണ്ട രീതിയിൽ ആത്മീയ സമര പ്രാർത്ഥനകൾ അറിയാത്തത് കൊണ്ടാണ്.
നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഒരു പൈശാചി ശക്തി കേന്ദ്രങ്ങൾക്കെതിരായിട്ട് ആക്രമണമായി അത് പോകുന്നുണ്ടെങ്കിൽ അവൻ വരുന്ന സോൾസിനെ അവൻ കണ്ടുപിടിച്ച് ആക്രമിക്കാൻ തിരിച്ചു വരുമ്പോൾ അവനെ ചേർത്ത് നിൽക്കുവാനും അവനെ ബന്ധിക്കുവാനും അവൻ്റെ ശക്തി കേന്ദ്രങ്ങൾക്കെതിരായി യുദ്ധം ചെയ്യുവാനുമുള്ള പരിശീലനവും ആയുധങ്ങളും വിശ്വാസവും നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പിന്നെയോ ഏതെങ്കിലും വാതിലുകൾ നമ്മുടെ ജീവിതത്തിൽ നാം തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്താണ് വാതിലുകൾ? വാതിലുകൾ എന്ന് പറയുന്നത് പശ്ചാത്താപിക്കാത്ത ഏതൊരു പാപവും ഒരു തുറന്നു കൊടുക്കുന്ന ഒരു വാതിലിന് തുല്യമാണ്. കുമ്പസാരത്തിൽ ഏറ്റുപറയാത്ത ഏതൊരു പാപവും തുറന്നിട്ട് കൊടുത്തിരിക്കുന്ന വാതിലിന് തുല്യമാണ്. പശ്ചാത്താപിക്കാതെ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിക്കാത്ത ഏതൊരു പാപവും ഒരു നെഗറ്റീവ് മാഗ്നറ്റിന് തുല്യമാണ്. അത് ആ പാപവുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ട ദുഷ്ടാരൂപികളെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ഒരു മാഗ്നറ്റ്, ഒരു കാന്തം എങ്ങനെ ഇരുമ്പിനെ ആകർഷിക്കുന്നുവോ അതുപോലെ ഒരു പാപമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ദുഷ്ടാരൂപികളെ ഏറ്റുപറയാത്ത പശ്ചാത്താപിക്കാത്ത ഏതൊരു പാപവും, കുമ്പസാരത്തിലൂടെ പാപമോചനം സ്വീകരിക്കാത്ത ഏതൊരു പാപവും ആ പാപവുമായിട്ട് ബന്ധപ്പെട്ട ദുഷ്ടാരൂപികൾ ആകർഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന ഒരു വ്യക്തി ഏതെങ്കിലും ഗേറ്റ് വേ, ഡോർവേ അല്ലെങ്കിൽ വാതിൽ തുറന്നിട്ട്, അശുദ്ധിയുടെ വാതിൽ തുറന്നിട്ട് കൊടുത്താൽ ആ വാതിലിലൂടെ അവൻ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കെതിരായി അവരെ ഉപദ്രവിക്കാൻ തുടങ്ങും. തിരിച്ചടിയെ പറ്റി പേടിക്കരുത്. നാം എല്ലാവരും കർത്താവിൻ്റെ മക്കളാണ്. സർവായുധ വർഗം ധരിച്ചവരായി, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മുക്കി വെളുപ്പിച്ച ആ വെണ്മയുടെ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചവരായി, ആത്മാവിൻ്റെ വാളെന്ന തിരുവചനം കയ്യിൽ പിടിച്ചവരായി, കുഞ്ഞാടിൻ്റെ പരിശുദ്ധ രക്തം നമ്മൾ ധരിച്ചവരായി നാം യുദ്ധകളത്തിൽ നിൽക്കണമെന്ന് പ്രിയ സഹോദരങ്ങളെ. ഇത് ഒരു യുദ്ധമാണ്, ആത്മീയ സമരമാണ്. വിടുതലിലൂടെയുള്ള സൗഖ്യം, വിടുതൽ ശുശ്രൂഷയുടെ സൗഖ്യം നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവണം, എല്ലാ പ്രാർത്ഥന കേന്ദ്രങ്ങളിലും ഉണ്ടാവണം, എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലും ഉണ്ടാവണം, എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവണം, എല്ലാ ഹീലിംഗ് മിനിസ്ട്രികളിലും ഉണ്ടാവണം. ഇത് വിടുതലിലൂടെ സൗഖ്യമാണ്. ഇന്ന് പിശാച് പലരെയും രോഗങ്ങൾ കൊണ്ടുവന്നു. ക്യാൻസർ, മാരകമായ രോഗം, ക്യാൻസർ രോഗം, അതുപോലെ കിഡ്നി രോഗം, ഹാർട്ട് അറ്റാക്ക്, ഇതുപോലെ മാരകമായ രോഗങ്ങൾ കൊണ്ടുവന്ന് അവരെ ആക്രമിക്കുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാ രോഗവും ഡ്രഗിലൂടെ, മെഡിസിനിലൂടെ, മെഡിക്കേഷനിലൂടെ മാറുകയില്ല. ഒരു രോഗത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒരു പാപമോ, ഒരു ബന്ധനമോ, ഒരു ദുഷ്ടാരൂപിയുടെ ആക്രമണമോ, ഒരു മന്ത്രവാദമോ, ഒരു കൂടോത്രമോ, ഒരു പൈശാചിക ശക്തികേന്ദ്രമോ ആണെങ്കിൽ അത് ഒരു ബന്ധന പ്രാർത്ഥനയിലൂടെ മാത്രമേ, ഒരു പശ്ചാത്താപത്തിലൂടെ മാത്രമേ, നല്ല ഒരു കുമ്പസാരത്തിലൂടെ മാത്രമേ അത് കടന്നു പോവുകയുള്ളൂ. കുമ്പസാരം എന്ന കൂദാശ ഒരു ഡെലിവറൻസിന്റെ ശുശ്രൂഷയാ. പല അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് കുമ്പസാരം എന്ന കൂദാശയിലൂടെ തരുന്നു. പ്രത്യേകമായി 3 പ്രധാനപ്പെട്ട അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ദൈവമായുള്ള ഒരു അനുരഞ്ജനം കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമുക്ക് വരുന്നു. പാപിയായ നാം, പാപം മനുഷ്യരെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുന്നു. അശുദ്ധി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് ഈ അശുദ്ധമാകുന്ന പാപം അവനെ വേർപെടുത്തുന്നു. അപ്പോൾ പശ്ചാത്താപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു വ്യക്തി കുമ്പസാരിക്കുമ്പോൾ, സത്യസന്ധമായി കുമ്പസാരിക്കുമ്പോൾ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുകയാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവൻ, പാപം നിമിത്തം അകന്നു പോകാൻ ഇടയായ അവൻ ഒരു അനുരഞ്ജനത്തിലേക്ക്, യേശുവിലേക്ക്, അനുരഞ്ജനത്തിലേക്ക് അവൻ കടന്നു വരികയാണ്. അപ്പോൾ ദൈവമായിട്ടുള്ള ഒരു അനുരഞ്ജനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് കുമ്പസാരം എന്ന കൂദാശയാ. രണ്ടാമത്തത്, കുമ്പസാരം എന്ന കൂദാശ ചെയ്യുമ്പോൾ അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. പാപമില്ലാത്ത, കള്ളമില്ലാത്ത, കപടമില്ലാത്ത അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടിൻ്റെ പരിശുദ്ധ രക്തം ഏറ്റുപറഞ്ഞ കുമ്പസാരിച്ച പാപങ്ങൾ തളിക്കപ്പെടുകയാണ്. പാപമില്ലാത്ത ഈ രക്തം അവൻ്റെ പാപക്കറകളെ എന്നേക്കുമായി ശുദ്ധീകരിച്ച് തുടച്ച് മാറ്റി കഴുകുകയാണ്. ഹിസ്റ്ററി ഇല്ലാത്ത രീതിയിൽ തുടച്ച് മാറ്റുകയാണ്. മൂന്നാമത്തത്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമുക്ക് ഡെലിവറൻസ് സംഭവിക്കുന്നു, വിടുതൽ സംഭവിക്കുന്നു. പാപത്തിലൂടെയാണ് ഒരു ദുഷ്ടാരൂപി പ്രവർത്തിക്കുന്നത്. പാപം വേണം ഒരു പൈശാചിക ശക്തി കേന്ദ്രം ഒരു രാജ്യത്തോ, ഒരു കുടുംബത്തിലോ, ഒരു വ്യക്തിയിലോ, ഒരു പ്രാർത്ഥന കൂട്ടായ്മയിലോ, ഒരു സമൂഹത്തിലോ ഉണ്ടാകണമെങ്കിൽ, നിൽക്കണമെങ്കിൽ അശുദ്ധി ഇവിടെ ഉണ്ടാകണം. പാപം എന്ന അശുദ്ധി ഉണ്ടാവണം. ഈ കുമ്പസാരം എന്ന കൂദാശയിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് കൊണ്ട്, പാപക്കറകൾ യേശു രക്തം കഴുകിക്കളയുന്നത് കൊണ്ട്, പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് കൊണ്ട് ആ ശക്തി കേന്ദ്രത്തിൻ്റെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ തകരുകയാണ്. അങ്ങനെ ദുഷ്ടാരൂപിയുടെ ശക്തി കേന്ദ്രം അവിടെ നിൽക്കാൻ പറ്റാതെ പോകുന്നു. അങ്ങനെ കുമ്പസാരം എന്ന കൂദാശ ഒരു ഡെലിവറൻസ് ശുശ്രൂഷയാണ്, ഡെലിവറൻസ് കൂദാശയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ.
എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ കടന്നു വരുന്ന പലരും വരാറുണ്ട്. ഡെലിവറൻസിന് വേണ്ടിയും അല്ലാതെയും കടന്നു വരാറുണ്ട്. പലപ്പോഴും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനം പശ്ചാത്താപിക്കാത്ത ചില പാപങ്ങളുടെ മേഖലയാണ്. ചിലരുടെ അടിസ്ഥാനം ഏതെങ്കിലും അന്യദേവന്മാരുമായിട്ടുള്ള പൈശാചി ശക്തികളുമായിട്ടുള്ള ഉടമ്പടികളാണ്. ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. അല്ലെങ്കിൽ മന്ത്രവാദമോ കൂടോത്രമോ അല്ലെങ്കിൽ അന്യദേവന്മാരുമായിട്ടുള്ള ഏതെങ്കിലും ഉടമ്പടികളോ അത് കാരണമെന്ന് കർത്താവ് വെളിപ്പെടുത്തി തരുവാണെങ്കിൽ ആദ്യം ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ മിനിസ്ട്രിയിലുള്ള എല്ലാവരും ചെയ്യുന്നത്, ആദ്യം നല്ല ഒരു കുമ്പസാരത്തിന് വേണ്ടി അവരെ ഒരുക്കും. എന്നിട്ട് അവരെ പറഞ്ഞു വിടും. നല്ല രീതിയിൽ ഒരുങ്ങി ഉപവസിച്ച് നല്ല കുമ്പസാരം ചെയ്തിട്ട് മടങ്ങി വന്നാൽ മതി. അന്നേരം നമുക്ക് ബന്ധന പ്രാർത്ഥന ചെയ്യാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തിരിച്ചവർ വരുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കും. നല്ല ഒരു കുമ്പസാരമാണ് അവർ ചെയ്തതെന്ന് അവർ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും. അല്ല എങ്കിൽ മടക്കി വീണ്ടും നല്ല കുമ്പസാരത്തിനായി അവരെ വീണ്ടും വിടും. അവർ തിരിച്ചു വരുമ്പോൾ നോക്കുമ്പോൾ ഒരു 70-80% അവരുടെ ബന്ധനത്തിൻ്റെ മേഖലകൾ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല, വിഷനിൽ കാണുവാൻ സാധിക്കത്തില്ല. പൈശാചികമായ ആ ശക്തി കേന്ദ്രങ്ങൾ അവിടെ കാണുവാൻ സാധിച്ചിട്ടില്ല. കാരണം അശുദ്ധി എന്ന പാപം അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകുമ്പോൾ, ആ പൈശാചിക ശക്തി കേന്ദ്രങ്ങളുടെ അടിസ്ഥാനം തകർക്കപ്പെടുമ്പോൾ ആ ബന്ധനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉള്ളതായി പിന്നെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കുമ്പസാരം എന്ന കൂദാശ നാം ചെയ്യുമ്പോൾ ഒരു ഡെലിവറൻസ് കൂദാശയായി അതിനെ കണ്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഡെലിവറൻസ് നടക്കുന്ന, വിടുതൽ നൽകുന്ന ഒരു കൂദാശയായി നാം കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. നിരവധി രോഗങ്ങൾ മാറിപ്പോകുന്നതിനെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഒരു കുമ്പസാരത്തിന് ശേഷം. കാരണം ആ രോഗത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒരു ദുഷ്ടാരൂപിയുടെ ശക്തി കേന്ദ്രമാണ്, ഒരു താവളമാണ്. അത് കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ ആ ശക്തി കേന്ദ്ര പൈശാചിക ശക്തി കേന്ദ്രത്തിൻ്റെ അടിത്തറകൾ തകർക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ദുഷ്ടാരൂപിക്ക് ആ വ്യക്തിയുടെ മേൽ സ്വാധീനം നഷ്ടപ്പെട്ടു പോകുന്നു. അതിന് സിംറ്റമാകുന്ന രോഗവും അപ്രതീക്ഷിതമായി മാറിപ്പോകുന്നത് കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വചനം. അവൻ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന്, പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ ഇവിടെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ച് പിശാച് അവനെ വിട്ടുപോയി. തക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപസ്മാര രോഗത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ബാലനെ യേശുവിൻ്റെ അടുക്കലേക്ക് അവർ കൊണ്ടുവന്നപ്പോൾ കർത്താവ് അപസ്മാര രോഗിയെ സൗഖ്യമാക്കുന്നത് പൈശാചിക ശക്തിയെ ബഹിഷ്കരിച്ചുകൊണ്ടാണ്. അപ്പോൾ അപസ്മാര രോഗത്തിൻ്റെ അടിസ്ഥാനപരമായ ശക്തി കേന്ദ്രമായി ഇരുന്നത് രോഗമല്ല, എന്നാൽ ഒരു ദുഷ്ടാരൂപിയുടെ അറ്റാക്കാണ്, ഒരു പൈശാചിക ശക്തിയുടെ പ്രവർത്തനമാണ്. അപ്പോൾ കർത്താവ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണത്തെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ റൂട്ട് കോസിനെ, അടിസ്ഥാനപരമായ കാരണമായ ദുഷ്ടാരൂപിയെ ബഹിഷ്കരിച്ചപ്പോൾ അപസ്മാര രോഗത്തിൽ നിന്ന് അവൻ വിടുതലും സൗഖ്യവും പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കയുടെ സുവിശേഷം 8-ാം അധ്യായം 27 മുതൽ 35 വരെയുള്ള വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, കല്ലറകളുടെ മധ്യേ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, വസ്ത്രമില്ല, അവൻ ഭയങ്കര വയലന്റാ, ആ വഴിക്ക് കടന്നു പോകുന്ന എല്ലാവരെയും ഉപദ്രവിക്കുവാനായിരുന്നു. അവൻ യേശുവിനെ കണ്ടപ്പോൾ, ഓ ദൈവപുത്ര, നീ എൻ്റെ അടുക്കലേക്ക് എന്നെ ശിക്ഷിക്കാനാണോ കടന്നു വന്നിരിക്കുന്നത് എന്ന് അവൻ അലറുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് അവനിൽ ജീവിച്ചിരുന്ന ലേഗിയോൻ എന്ന് പറയുന്ന ആ ആയിരക്കണക്കിന് വരുന്ന ദുഷ്ടാരൂപികളെ ആ മനുഷ്യനിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ജനങ്ങൾ അടുത്തു വന്ന് കാണുമ്പോൾ നന്നായി വസ്ത്രമില്ലാത്ത അവൻ ബന്ധിതനായിരുന്നപ്പോൾ, പൈശാചിക ശക്തിയുടെ ബന്ധനത്തിൽ കഴിഞ്ഞിരുന്നപ്പോൾ, വസ്ത്രമില്ലാതെ എല്ലാവരെയും ഉപദ്രവിക്കുന്ന, ഒരുപാട് വയലൻ്റായിരുന്ന,
തൻ്റെ മാനസികാവസ്ഥ പോലെ നഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് ഇരിക്കുന്നത് അവർ കാണുന്നു. അപ്പോൾ വചനം പ്രത്യേകം പറയുന്നു, അവൻ ഈ വാസ് ഗുഡ് ഇൻ മൈൻഡ് എന്ന അവൻ്റെ നല്ല മാനസികാവസ്ഥയിലാണ് അവൻ ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ ഇവന് സംഭവിച്ചത് എന്താണ്? ദുഷ്ടാരൂപികൾ അവനെ ഒരു ഭ്രാന്തനായി തൻ്റെ മാനസികാവസ്ഥ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ പോലെ അല്ലാതെ ഒരു മൃഗത്തെ പോലെ വസ്ത്രമില്ലാത്തവനായി വയലൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായി പോകുന്നവരെയും വരുന്നവരെയും അതുവഴി കടന്നു പോകുന്നവരെല്ലാം ആക്രമിക്കുന്നതിന് ഒരു കാട്ടുമൃഗത്തെ പോലെ ഒരു മാനസിക രോഗിയായി അവന് മാറ്റിയിരുന്നു. യേശു അവനെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ദുഷ്ടാരൂപികളെ, ആയിരക്കണക്കിന് വരുന്ന ദുഷ്ടാരൂപികളെ ബഹിഷ്കരിച്ച് പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ അനുവദിച്ചപ്പോൾ അവൻ വിടുതൽ പ്രാപിക്കുന്നു, സൗഖ്യം പ്രാപിക്കുന്നു. നല്ല മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരനായി അവനവിടെ യേശുയുടെ അടുക്കിലേക്ക് ഇരിക്കുന്നു. മാനസിക രോഗത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ പോലും ചിലപ്പോൾ പൈശാചിക ശക്തികളുടെ ആക്രമണമോ മന്ത്രവാദമോ കൂടോത്രമോ അതല്ലെങ്കിൽ ദുഷ്ടാരൂപികളുടെ ശക്തി കേന്ദ്രമായിരിക്കാം. ഈ വക രോഗങ്ങൾ ഒരിക്കലും ഡ്രഗിലൂടെയോ മെഡിസിനിലൂടെയോ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലൂടെയോ അത് മാറുകയില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ്. മരുന്നില്ല എന്ന് തന്നെ അതിന് പറയാം. എന്നാൽ ഡോക്ടർ സൈക്കാട്രിസ്റ്റ് പലരും സ്കിസോഫ്രീനിക് എന്ന് സർട്ടിഫൈ ഡിക്ലെയർ ചെയ്ത പല രോഗികളും ഡെലിവറൻസിന് വേണ്ടി ഞങ്ങളുടെ ശുശ്രൂഷയിൽ കടന്നു വന്നപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ ബന്ധനങ്ങളുടെ മേഖലകൾ കർത്താവ് വെളിപ്പെടുത്തി. നല്ല കുമ്പസാരത്തിന് അവർ ഒരുക്കി കൗതാശകരമായ നല്ല ജീവിതത്തിലേക്ക്, വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് അവരെ നയിച്ച് ഒരു ഡെലിവറൻസ് ചെയ്തതിന് ശേഷം സ്കിസോഫ്രീനിക് എന്ന് മെഡിക്കൽ സയൻസ് രേഖപ്പെടുത്തിയ രോഗികളുടെ എല്ലാ മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങളും മാറി അവർ പൂർണ്ണ ടോട്ടലി സൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തികളായി എത്രയോ പേര് മാറിയതായി ഞാൻ എൻ്റെ ശുശ്രൂഷകളിൽ കണ്ടിട്ടുണ്ട്. സ്കിസോഫ്രീനിക് രോഗത്തിന് മെഡിക്കൽ സയൻസിന് മരുന്നില്ല. എന്നാൽ സ്കിസോഫ്രീനിയ എന്ന രോഗത്തിന് തുല്യമായ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ സിംറ്റംസ് കൊണ്ടുവന്ന് ഒരു മാനസിക രോഗിയെ പോലത്തെ തോന്നൽ അവരുടെ മനസ്സിൽ കൊടുത്ത് അവനെ മാനസിക രോഗിയെ പോലത്തെ ലക്ഷണങ്ങൾ കൊണ്ടുവന്ന ദുഷ്ടാരൂപിയുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ട് കഴിയുമ്പോൾ ആ രോഗം വിട്ടുമാറുന്നതായി പൂർണ്ണ സൗണ്ട് മൈൻഡിലുള്ള വ്യക്തികളായി അവർ പിന്നെ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ബൈപോളാർ സിക്നസ്, ഡുവൽ പേഴ്സണാലിറ്റി പോലത്തെ സിക്നസ് അതിന് മരുന്നില്ല. സൈക്കാട്രിക് ഇതിൽ പല രോഗങ്ങളും പല പിൽസും കൊടുത്ത് കൗൺസിലിംഗ് കൊടുത്ത് സൈക്കാട്രിക് ക്ലിനിക്കൽ കൗൺസിലിംഗ് കൊടുത്ത് ഏതെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്ത് വെക്കും. പല ബൈപോളാർ രോഗികൾ പോലും, സർട്ടിഫൈഡ് ആയിട്ടുള്ള പല രോഗികൾ പോലും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ, ജപമാലയുടെ ശക്തിയിലൂടെ അവർ വിടുതൽ പ്രാപിച്ചതിന് ശേഷം അവരുടെ മാനസിക രോഗം മാറിയതായി അതേ സൈക്കാട്രിസ്റ്റ് തന്നെ 1 വർഷം 2 വർഷം ഒബ്സർവ് ചെയ്തതിന് ശേഷം സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കാണുന്ന പല രോഗങ്ങളും ഫിസിക്കലി ആയിട്ടുള്ള പല രോഗങ്ങളല്ല. പല രോഗങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം ദുഷ്ടാരൂപികളുടെ പ്രവർത്തനമോ ആക്രമണമോ ആണെങ്കിൽ അത് ഡെലിവറൻസ് പ്രേയറിലൂടെ മാത്രമേ, നല്ലൊരു പശ്ചാത്താപത്തിലൂടെ മാത്രമേ, അതുപോലെ നല്ല ഒരു കുമ്പസാരത്തിലൂടെ മാത്രമേ ഈ രോഗങ്ങൾക്ക് വിടുതലുള്ളൂ, ആശ്വാസമുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 തിരുവചനം വായിക്കുമ്പോൾ കർത്താവ് അപ്പോസ്തലരോട് കാര്യങ്ങൾ കർത്താവ് പറയാണ്, നിങ്ങൾ ചെന്ന് രോഗികൾക്ക് സൗഖ്യം നൽകുക, പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുക, എൻ്റെ വചനം നിങ്ങൾ പ്രഘോഷിക്കുക എന്ന് കർത്താവ് കൽപ്പിക്കുക. ശുശ്രൂഷകളുടെ കൽപ്പന ദൈവം നൽകുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഡെലിവറൻസ് ശുശ്രൂഷ എന്ന് പറയുന്നത് ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. എക്സോസിസത്തിനും ഡെലിവറൻസിനും ഇടയിൽ ആർക്കും കൺഫ്യൂഷൻ വേണ്ട. എക്സോസിസം എന്ന് പറയുന്നത് സാക്രമെൻ്റലാ, കൗതാശകരമായിട്ടുള്ളതാണ്. അത് അഭിഷിക്തർക്ക് മാത്രമേ ചെയ്യാൻ തിരുസഭ അനുവാദം നൽകിയിട്ടുള്ളൂ. ഡെലിവറൻസ് എന്ന് പറയുന്നത് അതല്ല. ഡെലിവറൻസ് എന്ന് പറയുന്നത് അസത്യമായ പ്രബോധനങ്ങൾ കൊടുത്ത്, വഞ്ചിക്കുന്ന പ്രബോധനങ്ങൾ കൊടുത്ത്, അതുപോലെ തെറ്റായ പ്രബോധനങ്ങൾ കൊടുത്ത് ദുഷ്ടാരൂപികളുടെ ആക്രമണത്തിലൂടെ വാതിൽ തുറന്ന്
ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ചെന്ന് അവൻ്റെ ചിന്താതലങ്ങളെയും വിശ്വാസ തലങ്ങളെയും കറപ്റ്റാക്കി മാലിന്യപ്പെടുത്തി അതിലൂടെ തൻ്റെ ശക്തികേന്ദ്രങ്ങൾ സ്ഥാപിച്ച് ആ മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ദുഷ്ടാരൂപികളെ പുറത്താക്കുന്നതാണ്. ഡെലിവറൻസ് ശുശ്രൂഷ എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് ഉണ്ട്, തിരുവചനം അവരോട് പങ്കുവയ്ക്കുന്ന സർവീസസ് ഉണ്ട്, അതുപോലെ ദുഷ്ടാരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ ഉണ്ട്. ഡെലിവറൻസ് എന്ന് പറയുന്നത് 2-3 സെഷൻസ് എടുക്കും. എക്സോസിസം എന്ന് പറയുന്നത് സാക്രമെന്റൽ ആണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അഭിഷിക്തർക്ക് മാത്രമേ ഇത് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. ആത്മീയരായ നമുക്ക് എക്സോസിസ് ചെയ്യാനുള്ള അനുവാദം തിരുസഭ തന്നിട്ടില്ല. എന്നാൽ ഡെലിവറൻസ് എന്ന് പറയുന്നത് സത്യത്തിനും അസത്യത്തിനും ഇടയ്ക്കുള്ള ഒരു യുദ്ധമാണ്. അസത്യമായ കാര്യങ്ങൾ പൈശാചിക ശക്തികൾ മനുഷ്യരുടെ മനസ്സിൽ കൊണ്ടുവന്ന് അസത്യമായ കാര്യങ്ങളെ വിശ്വസിപ്പിച്ച് അതിലൂടെ ബന്ധനത്തിൽ ആക്കി അവരെ കീഴ്പ്പെടുത്തുന്ന, അടിമകളാക്കുന്ന, അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഡെലിവറൻസ് ശുശ്രൂഷ. ലൂക്കയുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വച്ച് തക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക, സാബത്ത് ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ കാളകളെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടുള്ളതായ അബ്രഹാത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചു വിടേണ്ടതില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ കർത്താവ് പറയാണ്, 18 വർഷമായി കൂനിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാതെ പോയ, പീഡനത്തിലൂടെ കടന്നുപോയ രോഗിണിയായ സ്ത്രീയുടെ രോഗത്തിന് കാരണം ശാരീരികമായ രോഗമല്ല, എന്നാൽ സാത്താന്റെ ബന്ധനമായിരുന്നു. അവൻ അവളെ ബന്ധിച്ചു വച്ചിരുന്നു. ആ ബന്ധനത്തിന്റെ ഫലമായി അവൾ ഒരു രോഗിയായി മാറിയിരുന്നു. കർത്താവ് അവളെ ബഹിഷ്കരിച്ചപ്പോൾ, സാത്താനെ ബഹിഷ്കരിച്ച് അവളെ കെട്ടഴിച്ച് അവൾക്ക് സൗഖ്യം നൽകിയതായി ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ കൂന് രോഗത്തിൻ്റെയും നിവർന്നു നിൽക്കാൻ സാധിക്കാതെ പോയ രോഗത്തിൻ്റെയും അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ശാരീരികമായുള്ള രോഗമല്ലായിരുന്നു, ഒരു ദുഷ്ടാരൂപിയുടെ അറ്റാക്കായിരുന്നു. കർത്താവ് കൃത്യമായി ഒരു ഡെലിവറൻസ് ശുശ്രൂഷ അവിടെ ചെയ്ത് അവൾക്ക് ഹീലിംഗ് നൽകുന്നതായി, രോഗശാന്തി നൽകുന്നതായി കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഹീലിംഗിലൂടെ, ഡെലിവറൻസിലൂടെയുള്ള ഹീലിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഹീലിംഗ് ത്രൂ ഡെലിവറൻസ്, വിടുതൽ ശുശ്രൂഷകളിലൂടെയുള്ള സൗഖ്യം. ഹീലിംഗ് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പലർക്കും ഡെലിവറൻസിനെ കുറിച്ചുള്ള അറിവും ആ ശുശ്രൂഷകൾ പ്രവർത്തിച്ചുള്ള അനുഭവം ഉണ്ടായാൽ പല രോഗികൾക്കും ആൻസർ കിട്ടാത്ത പല രോഗത്തിനും ആശ്വാസം കാണുവാൻ സാധിക്കും, വിടുതൽ കാണുവാൻ സാധിക്കും.